ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് ആർത്തവം നേരത്തെ ആകുന്നതിന് വേണ്ടിയായിട്ടുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചില മതാചാരങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ചില മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഈ ആർത്തവം ഒരു പ്രശ്നമായിട്ട് വരുന്ന ദിവസങ്ങളുണ്ടല്ലേ. ചിലപ്പോൾ അമ്പലത്തിലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് ദിവസം മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് ഈ ആർത്തവം തടസ്സമാകുന്നതിന് നമുക്ക് കുറച്ച് നേരത്തെ ആക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് ഈ വീഡിയോയിൽ കാണുന്ന ടിപ്സ് നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം മതിയാവും. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഒരു ദിവസത്തേക്ക് നമുക്ക് ഇത് മതിയാവും. ചെറിയൊരു കഷ്ണം ഇഞ്ചി മാത്രം മതിയാവും. ഇനി പിന്നെ ഇതോടൊപ്പം വേണ്ടുന്നതെന്ന് പറയുന്നത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ട ഇതിപ്പോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. കറുവപ്പട്ട ഒറിജിനൽ തന്നെ ആയിരിക്കണം. വേറെ തടി കഷ്ണങ്ങളൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അങ്ങനത്തെ മിക്സ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടുന്നത് പച്ച പപ്പായയാണ്. അതിന്റെ തൊലി കളഞ്ഞിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തൊലി കളയാത്ത പച്ചപ്പപ്പായ തന്നെ വേണം. ഇത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ വളരെ കുറച്ച് ഞാൻ ഒരു പിടിയോളം മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇത്ര മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. പിന്നെ അളവ് അല്പ സ്വല്പം അങ്ങോട്ട് വ്യത്യാസം വന്നു ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിനകത്ത് ഇത് ഒരു കുറച്ച് കുഴിയുള്ള ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാനായിട്ടുള്ളതാണ്. ഇതിന് ഈ പട്ടയും ഇഞ്ചിയും കൂടി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. എങ്കിലാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു സത്ത് വെള്ളത്തിലോട്ട് ഇറങ്ങി വരുള്ളൂ. അപ്പൊ അതിനായിട്ട് ഞാനിതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ, ഇതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ എടുത്തേക്കുന്ന കപ്പിന് 1.5 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1.5 കപ്പ് വെള്ളം നമ്മൾ 1 കപ്പായിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പൊ ഞാനത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം വറ്റിയ പോലെയാണുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ കംപ്ലീറ്റ് ചൂടും ഒന്ന് മാറിക്കിട്ടണം. ഇപ്പൊ കംപ്ലീറ്റ് ചൂടും മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഇത് പാത്രം ഒന്ന് ചരിച്ച് ഊറ്റിയെടുത്താൽ മാത്രം മതിയാവും ഈ വെള്ളം. അപ്പൊ മറ്റൊരു ബൗളിലോട്ട് നമുക്ക് ഇതിന്റെ വെള്ളം മാത്രമായിട്ട് ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പൊ ഇങ്ങനെ ഊറ്റിയെടുക്കുമ്പോൾ ഒരു പട്ടയും ഇഞ്ചിയൊക്കെ കൂടി ഇട്ട് നമ്മൾ ചിക്കനിലോട്ട് ഇടുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ല. ആ ഒരു സ്മെല്ലാണുള്ളത്. പക്ഷെ ഇത് കഴിക്കുമ്പോൾ ഭയങ്കര കയ്പായിരിക്കും ഇതിനുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇതിപ്പോ ഞാൻ ജസ്റ്റ് ചൂടോടെ തന്നെ കാണിച്ചു തന്നതാണ്. ഇപ്പൊ ഇളം ചെറിയൊരു ചൂട് ഉണ്ടാവും ഇതിന്. അപ്പൊ നിങ്ങളിത് ഇങ്ങനെ ഊറ്റിയെടുത്തതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അത്രയും നേരമെങ്കിലും ഇത് കംപ്ലീറ്റ് ആയിട്ട് നല്ലതുപോലെ തണുക്കണം. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ നിങ്ങൾ ഇത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻസസ് ഡേറ്റ് എപ്പോഴാണോ അതിന് 10 ദിവസം മുൻപ് വേണം ഈ വെള്ളം ഉണ്ടാക്കി കഴിക്കാനായിട്ട്. അപ്പൊ ഇത് കഴിക്കേണ്ട സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ രാത്രി ഭക്ഷണത്തിന് ശേഷം 1/2 മണിക്കൂറിന് ശേഷം കഴിക്കാവുന്നതാണ്. അപ്പൊ ദിവസത്തിൽ 2 നേരവും നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. ഇത് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഈ നമ്മളിപ്പോ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം കഴിച്ചതിന് ശേഷം 1 കഷ്ണം പൈനാപ്പിൾ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫലം ഇരട്ടിയാകുന്നതാണ്. ഇപ്പൊ ഇത് കഴിച്ചിട്ട് 6 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെൻസസ് ആവുന്നതായിരിക്കും. മെൻസസ് ഡേറ്റിനോട് അനുബന്ധിച്ചിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 10 ദിവസം മുൻപ് കഴിക്കണമെന്ന്. അപ്പൊ ഇങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ട് 6 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മെൻസസ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഇത് കഴിക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ 30 മില്ലി കഴിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. അത് 2 നേരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒറ്റ നേരമായിട്ട് വേണമെങ്കിലും കഴിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളുക. അപ്പൊ തുടർച്ചയായിട്ടുള്ള 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കഴിക്കുമ്പോഴേക്കും നിങ്ങൾക്കിത് തീർച്ചയായിട്ടും മെൻസസ് ആവും. അപ്പം ഇത്തരത്തില് ഡേറ്റ് നേരത്തെ ആകണം എന്ന ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും ഞങ്ങളെ അറിയിക്കാനായിട്ട് മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.